പീഡകന്റെ പ്രതികാരം. കാൽ വെച്ച് നടക്കാൻ തുടങ്ങിയ നാൾ മുതൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നായിരുന്നു കാൽ വാങ്ങിക്കൊണ്ടിരുന്നത്. അതുവരെ മരത്തടിയിൽ നിർമ്മിച്ച കാലായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഭാരവും ചൂടും താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അത് കാരണം പലപ്പോഴും കാൽ പൊട്ടി ചോര വന്നു. എന്നാൽ മറ്റൊരാശുപത്രിയിൽ ഭാരം കുറഞ്ഞ ആധുനിക സൗകര്യത്തോടുകൂടിയ കാൽ ലഭ്യമാകുമെന്നറിഞ്ഞതുകൊണ്ടായിരുന്നു ആ ആശുപത്രിയെ സമീപിച്ചതും അവിടെ കാലിനു വേണ്ടി രജിസ്റ്റർ ചെയ്തതും. ഏകദേശം 3-4 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ കാലിൻ്റെ അളവെടുക്കാനായി വിളിപ്പിച്ചു. ചെന്നപ്പോൾ ഒരു മുറിയിലിരിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. പരിശീലനം നടക്കുന്ന മുറിയിൽ തന്നെയായിരുന്നു അളവെടുക്കാനായി ഇരുത്തിയതും. പരിശീലന സമയത്ത് പിടിച്ചു നടക്കാനുള്ള ഇരുമ്പ് കമ്പികൾ തലങ്ങും വിലങ്ങുമായി ഘടിപ്പിച്ചതായിരുന്നു ആ മുറി. മരപ്പശയുടെയും പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെയും മണം തങ്ങി നിൽക്കുന്ന ആ മുറിയിൽ ഏകദേശം 35 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ വീൽ ചെയറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരെ നോക്കി ചിരിച്ചു. നല്ല മനോഹരമായ ചിരിയോടുകൂടി അവർ സംസാരിക്കാൻ തുടങ്ങി. അവരെ കേട്ടിരുന്നു. മായ എന്നായിരുന്നു അവരുടെ പേര്. കൂടുതലൊന്നും ചോദിക്കാതെ അവരുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. 3 വയസ്സുള്ളപ്പോൾ പോളിയോ ബാധിച്ച് അരയ്ക്ക് കീഴ്പോട്ട് 2 കാലുകളും തളർന്ന് ശോഷിച്ച അവസ്ഥയിലായിരുന്നു അവർ. വീൽ ചെയറിൻ്റെയും ഊന്നുവടിയുടെയും സഹായത്തിലായിരുന്നു ശരീരം ചലിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇരുകാലിനും സ്വാധീനമില്ലാത്തവർ ഉപയോഗിക്കുന്ന ഇരുമ്പിൻ്റെ ആവരണമായ കാലിപ്പറിന് വേണ്ടി അളവെടുക്കാൻ വന്നതായിരുന്നു ആ സ്ത്രീ. അവിവാഹിതയായ അവർ ചിരട്ടകൾ കൊണ്ടും തടികൾ കൊണ്ടും കരകൗശല വസ്തുക്കളുണ്ടാക്കി വിറ്റായിരുന്നു ജീവിച്ചിരുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കൃത്രിമ ഉപകരണത്തിന് വേണ്ടി ഈ ആശുപത്രിയെ തന്നെയായിരുന്നു ആശ്രയിച്ചു കൊണ്ടിരുന്നത്. അവർ സംസാരിക്കുന്നത് കണ്ടപ്പോൾ വർഷങ്ങളായി മനുഷ്യരോട് മിണ്ടാതിരുന്ന ശേഷം ഒരാളെ കണ്ടപ്പോൾ ഉള്ളിൽ കിടന്ന ഭാഷയെല്ലാം അവരുടെ തൊണ്ടയിൽ നിന്ന് പൊട്ടിയൊലിക്കുന്നതായി തോന്നി. ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ചീറിപ്പായുന്ന വാഹനങ്ങൾ തലങ്ങും വിലങ്ങും സഞ്ചരിച്ചു കൊണ്ടിരുന്നു. തിരക്കേറിയ ആ ജീവിതത്തിനുള്ളിൽ ഒച്ചിൻ്റെ തോടുപോലെയുള്ള ജീവിതവും വലിച്ചെഴിയുന്ന 2 മനുഷ്യരായി ഞങ്ങൾ അവിടെ ഇരുന്നു. ആ സമയം ഏകദേശം 50-ന് മുകളിൽ പ്രായം തോന്നിപ്പിക്കുന്ന ഒരാൾ ഞങ്ങളിരിക്കുന്ന മുറിയിലേക്ക് വന്നു. കറുത്ത് മെലിഞ്ഞ് പൊക്കമുള്ള അയാൾ അവിടെ കൃത്രിമോപകരണങ്ങൾ നിർമ്മിക്കുന്ന ടെക്നീഷ്യന്മാരിൽ ഒരാളായിരുന്നു. എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് പേരും നാടും വീടും വിദ്യാഭ്യാസ യോഗ്യതയുമൊക്കെ തിരുക്കിയിട്ട് പറഞ്ഞു, അല്പസമയം പുറത്തിരിക്കാമോ? മായയുടെ അളവെടുത്ത് കഴിഞ്ഞിട്ട് രമ്യയെ വിളിക്കാം. ഞാൻ പുറത്തേക്കിറങ്ങിയതും എനിക്ക് പിന്നിൽ ആ പരിശീലന മുറിയുടെ വാതിലടഞ്ഞു. അരമണിക്കൂറിന് ശേഷം വീൽ ചെയറിലിരുന്ന ആ സ്ത്രീ ഇരുകാലിലും കാലിപ്പറുകളിട്ടുകൊണ്ട് 2 കൈകളിലും ഊന്നുവടികൾ പിടിച്ച് മെല്ലെ മെല്ലെ നടന്ന് പുറത്തേക്ക് വന്നു. അവർ നടക്കുന്നത് കണ്ടാൽ അവർക്കൊപ്പം നമ്മളും കിതയ്ക്കുമായിരുന്നു. ഈ ഭൂമിയിലെ മുഴുവൻ ഭാരവും അവരുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളിലായി ഘടിപ്പിച്ചിരിക്കുന്നതായേ തോന്നൂ. കഴിഞ്ഞോ? അവരോട് ചോദിച്ചു. എന്നെ നോക്കി അവർ തലയാട്ടി. അതുവരെ അവരുടെ മുഖത്ത് കണ്ട ഊർജവും സന്തോഷവും അപ്പോൾ അവരിലില്ലായിരുന്നു. അവർ അസ്വസ്ഥയായിരുന്നു. കൂടുതൽ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് തന്നെ പുറത്ത് കാത്തുനിന്ന ഒരു സ്ത്രീയുമായി അവർ അവിടെ നിന്ന് പോയി. അയാൾ എൻ്റെ പേര് വിളിച്ചു. ഞാൻ അകത്തേക്ക് ചെന്നു. അയാൾ ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ കാലുകൾ അഴിച്ച് മാറ്റിവെച്ചു. അതുവരെ കണ്ട ആശുപത്രിയും മുറിയും ആളുകളുമല്ലാതിരുന്നതിനാൽ അപരിചിതത്വത്തിൻ്റെ വീർപ്പുമുട്ടൽ അനുഭവപ്പെട്ടു. എന്തൊക്കെയോ ചോദിച്ചും പറഞ്ഞും കൊണ്ട് അയാൾ ആ മുറിക്കുള്ളിൽ തലങ്ങും വിലങ്ങും നടക്കുന്നുണ്ടായിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ 4-5 പ്ലാസ്റ്റർ ഓഫ് പാരീസും ഒരു ബക്കറ്റ് വെള്ളവുമായി അയാൾ എൻ്റെ അടുക്കൽ വന്നിരുന്നു. ഇട്ടിരുന്ന പാവാട ഉയർത്തി അളവെടുക്കാനായി അയാളുടെ മുന്നിൽ നിന്നപ്പോൾ എന്തെന്നില്ലാത്ത അസ്വസ്ഥത തോന്നി. അയാളുടെ നോട്ടവും സംസാരവും അരോചകമായെങ്കിലും ആ അസ്വസ്ഥത പ്രകടിപ്പിക്കാൻ പറ്റാതെ ഞാൻ അവിടെ നിന്നു. പ്ലാസ്റ്റർ ഓഫ് പാരീസ് കയ്യിലെടുത്തു. ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കി പാതി മാംസത്തുടയിൽ ചുറ്റി. അയാളുടെ കൈവശമുള്ള പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ പാക്കറ്റുകൾ തീരുന്നതുവരെ അയാൾ ആ പ്രവൃത്തി തുടർന്നുകൊണ്ടിരുന്നു. അപ്പോഴൊക്കെയും അയാളുടെ കൈവിരലുകൾ തുടയിടുക്കുകളിലേക്കും അരക്കെട്ടിലേക്കും പലതവണ തെന്നി നീങ്ങുന്നുണ്ടായിരുന്നു. നഖങ്ങൾ കൊണ്ട് എനിക്ക് മുറിവേറ്റ് നീറി. അയാളുടെ വിരൽ സഞ്ചാരങ്ങൾ തടയാൻ
ശ്രമിക്കുമ്പോഴൊക്കെയും ഒരു ഭാവമാറ്റവുമില്ലാതെ അയാൾ ജോലി തുടർന്നുകൊണ്ടിരുന്നു. ചുണ്ടുകളിലും മാറിടത്തിലും അയാൾ ഇടയ്ക്കിടെ നോക്കുന്നുണ്ടായിരുന്നു. ഹൃദയമിടിപ്പ് അനിയന്ത്രിതമാം വിധം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ശരീരമാകെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അളവെടുത്ത് കഴിഞ്ഞ ഉടനെ അയാൾ അരക്കെട്ടിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അമർത്തുകയും എന്നെ ബലമായി ചുംബിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. സർവശക്തിയുമെടുത്ത് ഞാൻ അയാളുടെ നെഞ്ചത്ത് തള്ളി. ഒറ്റക്കാലിൽ മാത്രം നിൽക്കുന്ന ശരീരത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് പിന്നിലേക്ക് വീണു. അവിടെ കിടന്ന അയാൾക്ക് നേരെ അലറിയപ്പോൾ അയാൾ തിടുക്കത്തിൽ മുറിവിട്ടുപോയി. കിടന്നിടത്തു നിന്നും പിടഞ്ഞെഴുന്നേറ്റ് കാൽ വെച്ച് ആ മുറി വിട്ടിറങ്ങി. പുറത്തുനിന്ന അമ്മയോടും ആ ഓഫീസിലെ മറ്റു ജീവനക്കാരോടും മുറിയിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ഒരു മേലുദ്യോഗസ്ഥ അയാളെ വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞത് കാലിൻ്റെ അളവെടുക്കുമ്പോൾ കൈയൊക്കെ അവിടെയൊക്കെ കൊണ്ടെന്ന് വരും. അതൊക്കെ മറ്റേ അർത്ഥത്തിലെടുക്കാൻ പോയാൽ ഞാൻ എന്ത് ചെയ്യും എന്നായിരുന്നു. അയാളുടെ മറുപടി കേട്ടതിൽ ദേഷ്യവും സങ്കടവും ഇരമ്പി. ഈ ലോകത്തിലെ ഏറ്റവും നിസ്സഹായയും ഗതികെട്ടവളുമാണ് ഞാനെന്ന് തോന്നി. അവിടുത്തെ മേലുദ്യോഗസ്ഥയായിരുന്ന ആ സ്ത്രീ അടുത്ത് വിളിച്ചിരുത്തി പറഞ്ഞു, ഇതൊക്കെ വലിയ വിഷയമാക്കേണ്ടതില്ല രമ്യ. അയാൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതാവില്ല. മാത്രമല്ല അവരോടൊക്കെ ഒരു മയത്തിൽ നിൽക്കുന്നതാണ് നല്ലത്. നിന്റെ കാല് പണിയേണ്ടത് അയാളാണ്. മറ്റൊന്നും വിചാരിക്കേണ്ട. നീ ഇപ്പോൾ സമാധാനമായി പോകൂ. ആ സ്ത്രീയുടെ വാക്കുകൾ കൂടുതൽ വേദനിപ്പിച്ചു. അവരെപ്പോലെ പ്രബലരായ ആളുകൾക്ക് മുന്നിൽ ദുർബലയും നിസ്സഹായമായ ഒരു പെൺകുട്ടിക്ക് എന്തു ചെയ്യാൻ കഴിയും? കേൾക്കാനോ മനസ്സിലാക്കാനോ ആരും തയ്യാറാകില്ലെന്ന് ഞാൻ വേദനയോടെ തിരിച്ചറിഞ്ഞു. മുമ്പ് അവിടെ നിന്നിറങ്ങിപ്പോയ മായ എന്ന സ്ത്രീയുടെ മുഖത്തുണ്ടായിരുന്ന അസ്വസ്ഥതയുടെ കാരണം എന്തായിരിക്കുമെന്ന് അപ്പോഴാണ് മനസ്സിലായത്. ഹൃദയം പച്ചയ്ക്ക് കൊത്തിനിർക്കുന്ന വേദനയോടെയാണ് അവിടെ നിന്നിറങ്ങിയത്. തിരികെ പോരുന്ന വഴിക്ക് അമ്മ എന്തൊക്കെയോ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഞാനതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ദേഷ്യവും സങ്കടവും കൊണ്ട് തിളച്ചു. ഒരു പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം കേൾക്കാൻ പോലും ആരുമില്ലാത്ത ലോകം. അവർക്ക് നേരെ തന്നെ തിരിക്കുന്ന സമൂഹം. എല്ലാ ആക്രമണങ്ങളും അനീതികളും സഹിക്കാനും ക്ഷമിക്കാനും വിധിക്കപ്പെട്ടവളാണെന്ന ഓർമ്മപ്പെടുത്തലാണ് ഓരോ സ്ത്രീ ജീവിതങ്ങളുമെന്ന ചിന്ത എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. ആ മുറിയിൽ വെച്ചുണ്ടായ അനുഭവം എന്നെ തകർത്തെറിഞ്ഞു. ഓരോ നിമിഷവും അയാളോടുള്ള ദേഷ്യം എന്നിൽ കിടന്ന് തിളച്ച് മറിഞ്ഞുകൊണ്ടിരുന്നു. അന്ന് വൈകിട്ട് എൻ്റെ ഫോണിലേക്കൊരു കോൾ വന്നു. രമ്യ, ഞാൻ മായയാണ്. ഇന്ന് ആശുപത്രിയിൽ വെച്ച് കണ്ടില്ലേ? ഓ, മനസ്സിലായി ചേച്ചി, പറയൂ. ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരു ഫ്രണ്ട് പറഞ്ഞാണ് ഇന്ന് അവിടെ വെച്ച് രമ്യയ്ക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച് അറിഞ്ഞത്. നീ പ്രതികരിച്ചല്ലോ. എനിക്ക് സന്തോഷമായി. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇപ്പോൾ വിളിച്ചത് പോലും. ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത ഒന്നാണ് നീ ചെയ്തത്. അതുകൊണ്ട് നടപടികളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലെങ്കിലും അയാളുടെ പ്രവൃത്തി കുറച്ചു പേർ അറിഞ്ഞല്ലോ. രമ്യ, നിനക്കറിയാവോ, നിനക്കുന്നുണ്ടായ അനുഭവം ഞാൻ ഉൾപ്പെടെയുള്ള പലരും കുറേ നാളായി അനുഭവിക്കുന്നതാണ്. എന്നെപ്പോലെ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നവരും രണ്ട് കാലുകളും ഇല്ലാത്തവരായ മനുഷ്യർക്ക് പ്രതികരിക്കാനാവാതെ അയാൾക്ക് കീഴടങ്ങേണ്ടി വന്നിട്ടുണ്ട്. നിന്റെ ധൈര്യം ഞങ്ങൾക്ക് ആർക്കുമില്ല കുട്ടി. പ്രതികരിച്ചാൽ ഉണ്ടാകാനിടയുള്ള ഭവിഷ്യത്തോർത്ത് അങ്ങനെ ചെയ്യാനും പേടിയാണ്. ഇന്ന് നടന്ന സംഭവം അറിഞ്ഞപ്പോൾ നിന്നെ വിളിക്കണമെന്ന് തോന്നി. ശരി രമ്യ, ഞാൻ പിന്നെ വിളിക്കാം. അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് സങ്കടം സഹിക്കാനായില്ല. ഈ ഭൂമി പൊട്ടിത്തെറിക്കുന്നത് പോലെ ഉരക്കെ കരയാൻ തോന്നി. നിസ്സഹായരായ പാവ സ്ത്രീകളെക്കുറിച്ചോർത്ത് എൻ്റെ നെഞ്ചു പിളർന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ രാവും പകലുമില്ലാതെ ആ അനുഭവം എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഒപ്പം നിരാലംബരായ ആ സ്ത്രീകളെക്കുറിച്ചുള്ള ഓർമ്മകളും. അയാൾക്കെതിരെ കേസിന് പോകാനുള്ള സാമ്പത്തിക ശേഷിയോ മാനസികാരോഗ്യമോ എനിക്കില്ലായിരുന്നു. എങ്കിൽ കൂടെയും അതിനുള്ള ശ്രമങ്ങൾ ഞാൻ നടത്തിയിരുന്നു. പക്ഷേ അതിനായി അയാൾക്കിരയാകേണ്ടി വന്ന സ്ത്രീകളെ സമീപിച്ചെങ്കിലും അവരാരും പ്രതികരിക്കാൻ മുന്നോട്ട് വന്നില്ല. ഭയവും അരക്ഷിതാവസ്ഥയും അവരിൽ അത്രമേർ പിടിമുറുക്കിയിരുന്നു. അവരോട് ഒരിക്കലും എനിക്ക് ദേഷ്യം തോന്നിയില്ല. കാരണം ഒന്ന് എഴുന്നേൽക്കണമെങ്കിൽ പോലും മറ്റൊരാളുടെ ആശ്രയം വേണ്ടിവരുന്ന ആ സാധു മനുഷ്യർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും പല കാരണത്താലും അതിന് കഴിയില്ലായിരുന്നു. ദിവസങ്ങൾ കഴിയും തോറും ഉള്ളിലെ വിഷാദം കനം വെച്ചുകൊണ്ടിരുന്നു. പല രാത്രികളിലും അയാളുടെ നോട്ടവും കണ്ണുകളും വലിച്ചടിപ്പിക്കുന്ന അയാളുടെ ബലിഷ്ഠമായ കൈകളും ഉറക്കം കെടുത്തി. നിസ്സഹായരായ പാവം സ്ത്രീകളുടെ ശരീരത്തിന്മേൽ വീഴുന്ന അയാളുടെ കാമക്കണ്ണുകളെ ഓർത്ത് കട്ടിലിൻ്റെ മൂലയ്ക്ക് ഭയന്ന് ചുരുണ്ടിരുന്നു. എൻ്റെ ജന്മത്തെ കഠിനമായി വെറുത്തു. എഴുതാനോ വായിക്കാനോ കഴിയാതെയായി.
ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ സഹായം തേടി. ഉറങ്ങാൻ ഗുളികളെ ആശ്രയിക്കേണ്ടി വന്നു. സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഏറെ നാളത്തെ കൗൺസിലിങ്ങിനും മരുന്നിനും വിധേയമാകേണ്ടി വന്നു. ഇത് എഴുതേണ്ടി വന്ന ദുര്യോഗത്തെ ഓർത്ത് ഈ നിമിഷത്തെയും വെറുക്കുന്നു. ഏകദേശം 6 മാസങ്ങൾക്ക് ശേഷമാണ് പുതിയ കാൽ ഏറ്റുവാങ്ങണമെന്ന് അറിയിച്ചുകൊണ്ടുള്ള കത്ത് ലഭിക്കുന്നത്. ഒരു കൃത്രിമക്കാല് വില കൊടുത്ത് നിർമ്മിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാതിരുന്നതിനാൽ സർക്കാർ സംവിധാനങ്ങളെ ആശ്രയിക്കാതെ മറ്റു മാർഗമില്ലല്ലോ എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമായിരുന്നു ഞാൻ ആ ആശുപത്രിയിലേക്ക് വീണ്ടും പോകാമെന്ന് കരുതിയത് പോലും. ചെല്ലുന്ന ദിവസം അയാൾ അവിടെ ഉണ്ടായിരുന്നില്ല. അവിടുത്തെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും ആരും തന്നെ വലിയ അടുപ്പം കാണിച്ചിരുന്നില്ല. ആ മുറിയിലേക്ക് കയറിയതും ഹൃദയമിടിപ്പിൻ്റെ വേഗം കൂടി. സമനില തെറ്റുമോ എന്ന് ഭയന്നു. മറ്റൊരു ഉദ്യോഗസ്ഥനായിരുന്നു കൃത്രിമ ഉപകരണമായി വന്നത്. ആ ഉപകരണമിട്ട് നടക്കാനോ പരിശീലിപ്പിക്കാനോ ഉള്ള മാനസികാവസ്ഥ ഇല്ലാതിരുന്നതിനാൽ കാല് വാങ്ങി ഓഫീസിൽ ഒപ്പിട്ട് കൊടുത്തിട്ട് അവിടെ വിട്ട് വേഗം വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. പക്ഷേ അതിൽ പതിയിരുന്ന പ്രതികാരം അറിഞ്ഞത് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു. ആ കാലുകൾ ഉപയോഗിച്ച് 2 വർഷത്തോളം നടന്നു. ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ കടുത്ത നടുവേദന അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു. എഴുന്നേറ്റ് നിൽക്കാനോ ഇരിക്കാനോ കിടക്കാനോ വയ്യാത്ത അത്രയും വേദന. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും നീര് വന്ന് വീർത്തു. എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴാണ് നട്ടിലിന് താഴെയായി വളവുണ്ടെന്ന് കണ്ടെത്തിയത്. അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലായില്ല. നടുവേദനയുടെ കാഠിന്യം കൂടിയും കുറഞ്ഞും കൊണ്ടിരുന്നു. പലതരം ചികിത്സകൾ ചെയ്തിട്ടും വേദന കുറഞ്ഞു എന്നല്ലാതെ പൂർണ്ണമായും മാറ്റാൻ കഴിഞ്ഞില്ല. 2 വർഷങ്ങൾക്ക് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ പുതിയ കാലിന് അളവെടുക്കാൻ ചെന്നപ്പോഴായിരുന്നു മുമ്പ് കൃത്രിമക്കാൽ നിർമ്മിച്ചു തന്ന ആശുപത്രിയിൽ നിന്ന് തന്ന കാലിൻ്റെ മുട്ടിൻ്റെ ഭാഗത്തുള്ള 2 ഇഞ്ച് വ്യത്യാസം കണ്ടെത്തിയത്. കൃത്രിമോപകരണങ്ങളിലുണ്ടാകുന്ന അളവ് വ്യത്യാസം ശരീരത്തിൻ്റെ സ്വാഭാവിക ഘടനയെ ഗുരുതരമായി ബാധിക്കുമെന്നിരിക്കെ അങ്ങനെയൊരു കാൽ നിർമ്മിച്ചു തന്നത് പ്രതികാരം വീട്ടിലായിരുന്നു എന്ന് ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. അതുമൂലം നട്ടിലുണ്ടായ വളവും വേദനയും ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടതാണെന്നും മരണം കൊണ്ട് മാത്രമേ അതില്ലാതാകൂ എന്നും തിരിച്ചറിഞ്ഞു. ഇത് വായിക്കുമ്പോൾ സാധാരണ ഉണ്ടാകാനിടയുള്ള ചോദ്യങ്ങളിലൊന്ന് എന്തുകൊണ്ട് അയാൾക്കെതിരെ കേസ് കൊടുത്തില്ല എന്നതായിരിക്കാം. അവരോടൊക്കെ പറയാനുള്ളത് ഇത്ര മാത്രമാണ്: ഒരു സ്ത്രീ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ദുർബലയാണെങ്കിൽ അവളുടെ വേദനകളുടെയും തകർച്ചകളുടെയും ആഘാതം വളരെ വലുതായിരിക്കും. അവളൊരു ഭിന്നശേഷി സ്ത്രീയാണെങ്കിൽ കാലാകാലങ്ങളായി അവളുടെ വൈകല്യത്തെ ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലുള്ള സഹതാപവും അപകർഷതാബോധവും പേറി അവഗണനയുടെ കയ്പുനീര് കുടിച്ച് ഹൃദയം കൊണ്ട് പലതവണ മരണപ്പെട്ടതിന് ശേഷമായിരിക്കും ജീവിക്കാനുള്ള ഒരു തരി ഊർജം സംഭരിക്കുന്നത്. അവിടെ അവൾക്കുമേൽ വീഴുന്ന കാമക്കണ്ണുകൾ അവളെ തകർത്തെറിയും. അതിനെ അതിജീവിക്കാൻ നാളുകളെടുത്തെന്ന് വരും. ഞാനും അത്രമേൽ ദുർബലയായിരുന്നു. എന്തിനോടും പ്രതികരിക്കാൻ ശേഷിയും കരുത്തയുമായ ഒരു സ്ത്രീയായി തീർന്നപ്പോൾ എനിക്ക് വിട്ടുതരാതെ കാലം അയാൾക്കുമേൽ മരണം കൊണ്ട് ശിക്ഷ നടപ്പാക്കി കഴിഞ്ഞിരുന്നു.